ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഊണിന് വേണ്ടിയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ല നാടൻ മാമ്പഴവും തക്കാളിയൊക്കെ ചേർത്ത് നിങ്ങൾ കറി വെച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ ചേട്ടനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കറിയാണിത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരണമെന്ന് തോന്നി. ഇപ്പോൾ നാട്ടിൽ മാമ്പഴത്തിൻ്റെയൊക്കെ സീസണല്ലേ, പിന്നെ തക്കാളി ആണെങ്കിൽ എപ്പോഴും വീട്ടിലുണ്ടാവും. പിന്നെ ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് വീട്ടിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഊണാവുമ്പോഴത്തേക്കും കറി ആവില്ല. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കണ്ടിട്ട് വരാം. കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത തക്കാളിയും ഒരു മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മാമ്പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത മാമ്പഴം എടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ കറിക്ക് കറക്റ്റ് ഫ്ലേവർ കിട്ടത്തില്ല. അപ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കട്ടെ. അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റാം. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഗ്യാസിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അധികം വേവില്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. തക്കാളി മാമ്പഴം അല്ലേ, പെട്ടെന്ന് വെന്തുടയും. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, ഒരു നുള്ള് കടുക്. കൂടിപ്പോകരുത്, കയ്പുണ്ടാകും. ഇനി ഇത് അരയ്ക്കുന്നതിന് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് വേവട്ടെ. ഇപ്പോൾ പാകത്തിന് വേവായിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്തുടയണ്ട. ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. കാരണം നമ്മൾ ആദ്യം കുറച്ച് ഇട്ടതല്ലേ, ഉപ്പ് കുറവാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ കറക്റ്റ് ടേസ്റ്റ് ആവും. എന്ന് കരുതി ഒത്തിരി ഇട്ടങ്ങ് തിളപ്പിക്കരുത്. ഇപ്പോൾ കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. തക്കാളിയുടെ പുളിയും മാമ്പഴത്തിൻ്റെ മധുരവും പിന്നെ ആ മുളകിൻ്റെ എരിവൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് മാറ്റി വെക്കട്ടെ. താളിച്ചിടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു പാൻ ചൂടാകാൻ വെക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വെളിച്ചെണ്ണ ഒഴിക്കുമായിരിക്കും നല്ലത്. ഇതിലേക്ക് കടുകും ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് വറ്റൽ മുളക്, ഫ്ലെയിം സിമ്മിലാക്കി വെച്ചിട്ട് വേണം ഇതെല്ലാം ഇട്ട് കൊടുക്കാൻ. ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് കറിയിലേക്ക് ഇടാം.
തക്കാളി മാമ്പഴം ചേർത്തുണ്ടാക്കിയ കറി എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ ഈ ഒരു കറി മതി നമുക്ക് വയറ് നിറയെ ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം വരാം. താങ്ക്